അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ പലർക്കും പരിചയം ഉണ്ടായിരിക്കും, ചിലർക്ക് പരിചയവും കാണുകയല്ല കേട്ടോ. കച്ചോലമാണ് സംഭവം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റ് കേട്ടോ. നല്ലോണം നിലം പറ്റി വളരുന്നൊരു ചെടിയാണിത്. അധികമൊന്നും ഹൈറ്റ് വെച്ചും പോവല്ല. പിന്നെ ഇതിൻ്റെ കിഴങ്ങൊക്കെ മണ്ണിൻ്റെ മുകളിലായിട്ട്, അതായത് ഓവറായിട്ട് താഴ്ന്നു പോകാണ്ട് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ താഴ്ച മാത്രമേ ഇത് വളരുള്ളൂ. അതിൽ കൂടുതൽ ഇത് ഓവറായിട്ട് മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നൊരു വെറൈറ്റി അല്ല കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ആശുപത്രിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് പിള്ളേർക്ക് പനിയൊക്കെ വരുമ്പം അമ്മൂമ്മമാരൊക്കെ ഇതിൻ്റെ കിഴങ്ങൊക്കെ അരച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കിഴങ്ങിന് ഏകദേശം ഒരു ഇഞ്ചിയുടെ കിഴങ്ങിനോണ്ടൊരു സാമ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ 2 രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് നടാം കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഈ കിഴങ്ങ് നടാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ കാണുന്ന മുളച്ച ഭാഗങ്ങൾ നട്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ കിഴങ്ങ് കേട്ടോ. നമ്മളത് കഴുകിയിട്ടില്ല, നമ്മളത് ചകിരിച്ചോറിനകത്ത് നട്ടു വെച്ചായിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ പൊടിയൊക്കെ ഇരിക്കുന്നത്. അത് കിഴങ്ങ് വന്നൊരു തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു തൈ കാണാൻ മേലെ, അത് നമുക്ക് ഈ കിഴങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ അത് നമുക്കൊരു തൈയാക്കി മാറ്റാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് കൂടിയാണ് ഈ സംഭവം. ഓവറായിട്ട് വെട്ടമടിച്ചാൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മഞ്ഞളിച്ചും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളതിൻ്റെ കിഴങ്ങൊന്ന് അടുത്ത് കാണിക്കുവാണ് കേട്ടോ. ഏകദേശം ഒരു ഇഞ്ചിയോട് സാമ്യതയുണ്ട്, എന്നാൽ ഇഞ്ചിയിലെ അത്ര സാമ്യത വരത്തുമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണിത്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഞെരടി കഴിയുമ്പോൾ ഏകദേശം ഒരു പച്ചപ്പ് കലർന്ന ഒരു ക്രീം കളറാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇലയ്ക്കും കിഴങ്ങിനും നല്ല സ്മെല്ലാണ്. പിന്നെ കിഴങ്ങ് എഡിബിളാണ് കേട്ടോ. ഞാനത് ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 19 തൈകളോളം അടുത്ത് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. നമ്മളങ്ങനെ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ കാര്യമൊന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ചെടിയൊക്കെ നടുന്ന അതേ രീതിയിലാണ് പോട്ടിൽ നടുന്നത്. അതായത് മണ്ണും മണലും ചകിരിച്ചോറും മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് ചുമ്മാ നട്ടാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നിലത്ത് ഇടുവാണെങ്കിൽ ഇഞ്ചിയൊക്കെ അതുപോലെ തന്നെ തടവെടുത്ത് വേണം നടാൻ. ഈ കാണുന്ന ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേറെ കുറച്ച് തൈകളാണ് കേട്ടോ. അത് ഇച്ചിരി ആരോഗ്യം കൂടുതലുള്ള തൈകളാണ്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ ഓവർ ഹൈറ്റും ഇല്ല. ഉണ്ട് അതിലൊക്കെ കിഴങ്ങുകളുണ്ട്. നമുക്ക് ഡിസംബറിൽ വിളവെടുത്ത ഇഞ്ചിയും മഞ്ഞളും ഈ കച്ചോലമൊക്കെ ഈ ഒരു മാസം നടാൻ പറ്റും കേട്ടോ. അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് നടാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ തന്നെ നടണമെന്നും നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ടൊക്കെ നടുമ്പം ജസ്റ്റ് ഒരു ഗ്രോ ബാഗിൽ ചുമ്മാ കുഴിച്ച് വെച്ചാലും മതിയാവുമല്ലോ. പിന്നെ അത് വളരുന്നതനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. പിന്നെ ഈ കാണുന്ന അത്യാവശ്യം നല്ല ഹോളുള്ളൊരു പോട്ടാണ് കേട്ടോ. അതിനകത്ത് ഞാൻ നേരത്തെ കുറച്ച് ചെടികൾ നട്ടായിരുന്നതാണ്. നമ്മുടെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് നട്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പം ആ പോട്ട് ഇത് നടാൻ വേണ്ടി എടുത്തതാണ്. രാവിലെ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓടിൻ്റെ പീസുകൾ നിരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മിക്സ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് നോക്കി സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ ബുഷായിട്ട് വളർന്നോളൂ, തിക്കായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി ചട്ടിയിലൊക്കെ ആണെങ്കിലും നമ്മൾ കളറുള്ള ചട്ടിയിലൊക്കെ ഇടുമ്പം നല്ല രസമായിരിക്കും. നമ്മൾ 2 സൈഡിലും മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിത് പോട്ടിലേക്ക് നട്ടെടുത്തിട്ടുണ്ടേ. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് നിലത്ത് തടവെടുത്ത് നടാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് അവധിയൊക്കെ ആയത്. അപ്പോൾ ഇപ്പോഴല്ലേ നടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഞാനൊരു മൺചട്ടിയിൽ നട്ട് വെച്ചേക്കുന്നതാണ് ഈ സംഭവം. ഏകദേശം ഒരു 5-6 തൈ നമ്മളുടെ അടുത്ത് നട്ടായിരുന്നു. എല്ലാം ഒന്നും മുളച്ചിട്ടില്ല. ഇനി ഇവിടെയൊക്കെ 2-3 മുളയ്ക്കാനുണ്ട്. പിന്നെ ഈ കാണുന്ന ആ ഒരു കളറുള്ള ഒരു ലീഫ് എന്ന് പറയുമ്പം ഈ കാണുന്ന ഫിറ്റോണിയയുടെ ഒരു ലീഫ് ഞാൻ ചുമ്മാ ഒരു പരീക്ഷണത്തിൽ നട്ടു നോക്കിയതാണ് കേട്ടോ. ആ റെഡ് ഫിറ്റോണിയ അതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഏകദേശം നല്ല റേറ്റുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലീഫ് നമുക്ക് പിടിച്ച് കിട്ടിയതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏകദേശം ഒരാഴ്ചയോളമായി നമ്മൾ കുഴിച്ചിട്ടിട്ട് എടുത്തു നോക്കാതെ വേര് വന്നു കേട്ടോ. അപ്പോൾ ഈ സംഭവത്തെ വേരൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ കിളിച്ചു വരുന്നത് കാണാം, കണ്ടോ. ഈ പ്ലാന്റിൻ്റെ കെയറിങ് വളരെ പാടാണെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ കെയറിങ് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പറമ്പിലോട്ടാണ് കേട്ടോ. നമ്മൾ തടവൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
തടവെടുക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ തന്നെയാണ് തടവെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തടത്തിൽ ഏകദേശം ഒരു 10-18 തൈ നടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ കുഴിയെടുത്ത് നോക്കാം എങ്ങനെയാവുന്നേ. നമ്മൾ ജസ്റ്റ് ഈ കൈ യൂസ് ചെയ്ത് ഇതുപോലെ കുഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുത്തത് പിന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ, അതാണ് ഇടയ്ക്കൊരു പിരിവിരിപ്പ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ് 18 കുഴിയിൽ നിന്നാണ് നമുക്ക് 15 കുഴിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ എല്ലുപൊടി അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. എല്ലുപൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഈ കുഴിയെല്ലാം. എന്നിട്ട് വേണം നമ്മുടെ പ്ലാന്റ് ഇടാൻ. അപ്പോൾ നല്ല ശക്തി വളർന്നു വന്നോളും. നമുക്ക് ചാണകപ്പൊടിയും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലുപൊടി മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഇതേപോലെ നമുക്കിനി കസ്തൂരി മഞ്ഞൾ നടാനുണ്ട് കേട്ടോ. കുറേ കസ്തൂരി മഞ്ഞൾ നമ്മൾ വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സംഭവമൊക്കെ ഇതുപോലെ തന്നെ തടവൊക്കെ എടുത്ത് നടണം. ഇപ്പോൾ കോളേജ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊക്കെ ടൈം കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. കാരണം ഇനി പ്രാക്ടിക്കൽ എക്സാം വരും, പിന്നെ ക്ലാസ്സൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആകും. കാരണം ഇനി 5th സെമിസ്റ്ററിലേക്കായല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർക്ക് ലോഡൊക്കെ കാണുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ പ്ലാന്റുകൾ അങ്ങനെ ഓരോന്നെടുത്ത് നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കിഴങ്ങുണ്ട്. അപ്പോൾ കിഴങ്ങുള്ളത് തന്നെ നമ്മൾ നടണമെന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ബുഷായിട്ട് വളരാൻ വേണ്ടിയാണ് കിഴങ്ങ് കൂട്ടിയങ്ങ് നട്ടേക്കുന്നത്. അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കാണുമ്പോൾ. അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ തന്നെ ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ നന്ദുക്കുട്ടനാണ് കേട്ടോ. പുള്ളി എന്തൊക്കെയോ മനസ്സിൽ കണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഓരോ വീഡിയോഗ്രാഫിയൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സംഭവം GT പോയിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രോണൊക്കെ വെച്ച് അകലെ നിന്നിങ്ങനെ സൂം ഇന്നായിട്ട് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു, ആർക്കറിയാം. അപ്പോൾ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഇന്നലെ ചീമക്കൊന്നയുടെയൊക്കെ ഇല വെട്ടിയിട്ട് കൊടുത്ത് പിന്നെ തടം ഒന്ന് കിളച്ചിട്ട് കൊടുത്തായിരുന്നു. നമ്മൾ ഏകദേശം ഇവിടെ നട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് പന്നിയുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ഈ സംഭവം എത്രത്തോളം സക്സസ് ആയി കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇഞ്ചി ഏകദേശമൊക്കെ ഒന്ന് വളർന്ന് കിട്ടി. അതുപോലെ ഇതെങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ, കണ്ടറിയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഇവിടെ നിർത്തുവാണേ.